28 പേർക്ക് ജീവപര്യന്തം തടവ് കൊടുത്തിരിക്കുന്നു ലഖ്നൗവിലെ NIA കോടതി. ഒരുപാട് പേർക്ക് ജീവപര്യന്തം കൊടുക്കാറൊക്കെ ഉണ്ട്, കൂട്ടജീവപര്യന്തം കൊടുക്കാറുണ്ട്. കേരളത്തിൽ 111 കൊല്ലത്തെ ശിക്ഷ വിധിച്ചു അടുത്ത കാലത്തൊരു മജിസ്ട്രേറ്റ്. അപ്പോൾ ഇങ്ങനെയൊക്കെ സംഭവിക്കാറുണ്ട്. ഇതിലെന്താ ഇത്ര വലിയ പ്രത്യേകതയുണ്ട്. ഒന്ന്, ഇത് NIA കേസാണെന്നുള്ളത്. വേറൊന്ന്, ഈ കേസിൻ്റെ പ്രത്യേകത ഒരു തിരങ്ക യാത്ര നടക്കുന്നു. അത് 2018 ജാനുവരി 26-നാണ് തിരങ്ക യാത്ര കാസ്ഗഞ്ച് എന്ന സ്ഥലത്ത്. തിരങ്ക യാത്ര എന്ന് പറഞ്ഞാൽ മോട്ടോർ സൈക്കിളിൽ ത്രിവർണ്ണ പതാകയും വെച്ചുള്ള ഒരു യാത്ര. സാധാരണ നമ്മൾ കാണുന്നതാണ് മോട്ടോർ സൈക്കിൾ റാലി. ഈ റാലി കുറച്ച് പേര് പിടിച്ചു നിർത്തിയിട്ട് ഈ ത്രിവർണ്ണ പതാക വാങ്ങി നിലത്തിട്ട് ചവിട്ടി കീറി ഉന്തുതള്ളുമായി ബഹളമായി ഒരാളെ കൊല്ലുകയും ചെയ്തു. അതാണ് ചന്ദൻ ഗുപ്ത അഥവാ അഭിഷേക് ഗുപ്ത. കേസ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ അഭിഷേക് ഗുപ്തയുടെ നേതൃത്വത്തിൽ ദേ ലെഡ് എ തിരങ്ക യാത്ര ഇൻ കാസ്ഗഞ്ച് ടു മാർക്ക് ദ റിപ്പബ്ലിക് ഡേ, chanting patriotic slogans. The group, including Chandan's brother Vivek, carried tricolors on two-wheelers. അതാണ് ഞാൻ പറഞ്ഞത്, two-wheeler റാലി. The yatra neared the Government Girls Inter-College Gate. The individuals, including Salim, Wasim and Nasim, armed with weapons, blocked the road. Road block ചെയ്തു. They snatched and desecrated the tricolor, demanding participants to chant Pakistan Zindabad. ഇന്ത്യൻ പതാക വാങ്ങിച്ച് എറിഞ്ഞു കളഞ്ഞാൽ കൂടാതെ പാകിസ്ഥാൻ സിന്ദാബാദ് വിളിക്കാൻ പറഞ്ഞു ഈ ചന്ദൻ ഗുപ്തയോടും വിവേക് ഗുപ്തയോടും ഒക്കെ. അപ്പോൾ വെൻ ചന്ദൻ ഒപ്പോസ് ദിസ്, ദ ഗ്രൂപ്പ് റിട്ടാലിയേറ്റഡ് വിത്ത് സ്റ്റോൺ പെൽറ്റിംഗ് ആൻഡ് ഗൺ ഫയർ. ഭീകരമായ കല്ലേറും വെടിവെപ്പിൽ ചന്ദൻ ഗുപ്തയ്ക്ക് ഗുരുതരമായ പരിക്കേറ്റു. ഹോസ്പിറ്റലിൽ എത്തുന്നതിന് മുമ്പ് തന്നെ മരിച്ചു. ബ്രോഡ് ഡെഡ് എന്ന് പറഞ്ഞ് ഹോസ്പിറ്റലിൽ എഴുതി വെച്ചു. ഇതാണ് സംഭവം. ഈ കല്ലേറ് പ്രത്യേകിച്ച് ഉത്തർപ്രദേശിൽ വലിയൊരു ആയുധമാണ്. നേരത്തെ ജമ്മു കാശ്മീരിലായിരുന്നു, ഇപ്പോൾ ഉത്തർപ്രദേശിലാണ്. ഉത്തർപ്രദേശിൽ ഈ സംഭവം നടക്കുന്നത് 2018-ലാണ്. ഇപ്പോഴും ഉത്തർപ്രദേശിൽ ഹിന്ദുക്കൾ അനങ്ങിക്കഴിഞ്ഞാൽ കല്ലേറ് നടക്കും. അതിനുവേണ്ടി കല്ല് ശേഖരിച്ച് ചാക്കിൽ മുസ്ലിങ്ങളുടെ വീടിന് മുകളിൽ റെഡിയാക്കി വെച്ചിരിക്കും. എന്ത് ജാഥ, എന്ത് പ്രകടനം, എന്ത് റാലി, അത് ഹിന്ദുക്കളുടെ ആണോ അല്ലെങ്കിൽ ദേശത്തിൻ്റെ പൊതുവെയുള്ള, ഇതിപ്പോൾ റിപ്പബ്ലിക് ഡേക്കുള്ള യാത്രയാണ്, കല്ലെറിയും, ഭീകരമായിട്ട് കല്ലെറിയും. അതിനിടയ്ക്ക് വെടിയും വയ്ക്കും. സമ്പലിൽ നടന്നത് അങ്ങനെയാണ്. കല്ലേറ്, വെടിവെച്ചത് ആരാ? സമ്പലിലെ തന്നെ മുസ്ലിങ്ങളെ വെടിവെക്കുകയായിരുന്നു. കുറ്റം അപ്പോൾ പെട്ടെന്ന് പോലീസിൻ്റെ തലയിലിടാൻ പറ്റും. അങ്ങനെയല്ല, പോലീസിൻ്റെ തോക്കിൽ നിന്നുള്ള ഉണ്ടയല്ല എന്നൊക്കെ തെളിയിച്ച് വരുമ്പോഴത്തേക്ക് നരേറ്റീവ് സെറ്റ് ചെയ്ത് കാണും. ഇവിടെ TV-യിലൊക്കെ എല്ലാവരും പറയും, കണ്ടില്ലേ ഉത്തർപ്രദേശിൽ കഴിഞ്ഞ ദിവസമല്ലേ വെടികൊണ്ട് 4 പേര് മരിച്ചില്ലേ, നരാധമന്മാർ എന്നൊക്കെ പറയും. എടോ, അത് പോലീസിൻ്റെ വെടിയല്ല, നിങ്ങൾ തമ്മിൽ വെടിവെച്ചതാണെന്ന് പറഞ്ഞ് അങ്ങനെയൊക്കെ പറയാൻ വരട്ടെ. വെടിവെച്ചതാണ്, നാട്ടുകാരെല്ലാം എന്താ തോക്കും കൊണ്ടാണോ ഉത്തർപ്രദേശ് നാട് എനിക്ക് പറഞ്ഞിട്ട് സത്യാവസ്ഥ പുറത്തു വരാൻ സമ്മതിക്കില്ല. നരേറ്റീവ് ക്രിയേറ്റ് ചെയ്താൽ പിന്നെ ക്രിയേറ്റ് ചെയ്തതാണ്. ഇതാണ് ഈ നാട്ടു നടപ്പ്. അപ്പോൾ പിന്നെ FIR ആയി, കേസായി, പ്രശ്നമായി. ഒടുവിൽ 2024 ജഡ്ജ്മെൻറ്റ് വരുന്നു. 130 പേജുള്ള ജഡ്ജ്മെൻറ്റ്. അതിൽ 28 പേർക്ക് ജീവപര്യന്തം കൊടുത്തു. ആ സംഭവത്തിൻ്റെ ഡീറ്റെയിൽസ് അതൊന്നും ഞാൻ വായിക്കുന്നില്ല. ഞാനിത് വായിക്കാൻ ഒരു പ്രത്യേക കാര്യമുണ്ട്. ദ സ്പെഷ്യൽ ജഡ്ജ് വിവേകാനന്ദ ശരൺ ത്രിപാഠി, ഇദ്ദേഹമാണ് സ്പെഷ്യൽ ജഡ്ജ്. വിവേകാനന്ദ ശരൺ ത്രിപാഠി ഒബ്സർവ്ഡ്, ദിസ് ട്രെൻഡ് ഈസ് പ്രൊമോട്ടിംഗ് very dangerous and narrow thinking
regarding the judiciary and all the stakeholders of judiciary, bar and bench must ponder over this. ഈ സംഭവവും അതേ തുടർന്നുണ്ടായ കാര്യങ്ങളും ജുഡീഷ്യറിക്ക്, അത് ബാറായാലും വക്കീലന്മാരുടെ ബാർ കൗൺസിലായാലും ജുഡീഷ്യറിക്കായാലും വലിയ ദോഷം ചെയ്യുന്ന കാര്യങ്ങളാണ് ഈ സംഭവത്തെ തുടർന്ന് ഉണ്ടായത്. ആ സംഭവങ്ങൾ കൃത്യമായിട്ട്, ആ ദോഷങ്ങൾ എന്താണെന്ന് കൃത്യമായിട്ട് അദ്ദേഹം പറയുന്നില്ല, ബട്ട് ഒരു ഊഹം തരുന്നുണ്ട്. ഈ പറഞ്ഞ അധികാരികളെല്ലാം ഒരു കാര്യം മനസ്സിലാക്കണം. ദേ മസ്റ്റ് പോണ്ടർ വാട്ട് ഇൻട്രസ്റ്റ് ഇന്ത്യ ബേസ്ഡ് NGOs, ഭാരതത്തിലെ NGOകൾക്ക് ഇതിലുള്ള ഈ കേസിലുള്ള പങ്ക് എന്താണ് എന്ന് അന്വേഷിക്കണം. കാരണം ഈ വെടിവെച്ച് കൊന്നവരെയും അക്രമം നടത്തിയവരെയും ഒക്കെ ന്യായീകരിക്കാനായിട്ട് വക്കീലന്മാരായിട്ടും പത്രലേഖകരായിട്ടും മറ്റ് രീതിയിലും ഒക്കെ സഹായിച്ചുകൊണ്ടിരുന്നവർ, ഈ ഒരു ക്രിമിനൽ കേസിൽ ലഖ്നൗ NIA കോർട്ടിൽ വലിയൊരു ഘടാഘടിയൻ വക്കീൽ, സപ്പോസ് കപിൽ സിബൽ അല്ലെങ്കിൽ അഭിഷേക് മനു സിംഗ്വി ഹാജരാകുന്നു എന്ന് വയ്ക്കുക. ഇതിൽ ഹാജരായി എന്നല്ല ഞാൻ പറയുന്നത്. അങ്ങനെ ഹാജരായി കഴിഞ്ഞാൽ മജിസ്ട്രേറ്റിന് സ്വാഭാവികമായൊരു സംശയം തോന്നും. ഇയാൾക്ക് വേണ്ടി ജാമ്യമെടുക്കാൻ അല്ലെങ്കിൽ ആർഗ്യൂ ചെയ്യാനായിട്ട് ഇത്ര വലിയ വക്കീലോ? ഒരു കാര്യം ഒന്ന് ആലോചിച്ച് നോക്കിയേ. നമ്മളുടെ വൈക്കത്തെ അഖില കേസ്, അത് അന്ന് ഹൈക്കോടതിയുടെ വിധി വന്നു കഴിഞ്ഞപ്പോൾ കേരള ഹൈക്കോടതിക്കെതിരെ 10,000 മുസ്ലിങ്ങളുടെ ജാഥ നടന്നു. ജഡ്ജിയെ വീട് കയറി തല്ലിക്കളയും എന്ന് പറഞ്ഞിട്ട് ജലപീരങ്കിക്ക് മുകളിൽ കയറി പ്രസംഗിച്ചു. അന്ന് ഈ മുസ്ലിം വിഭാഗത്തിൻ്റെ പോയിൻ്റ് എന്തായിരുന്നു എന്ന് വെച്ചാൽ, ഒരു പെൺകുട്ടിക്ക് അവൾക്കിഷ്ടപ്പെട്ട ആളിനെ കല്യാണം കഴിക്കാൻ അവകാശമില്ലേ? ഇതാണ് ചോദ്യം. ശരി, അവകാശമൊക്കെയുണ്ട്. പക്ഷേ ആ പെൺകുട്ടിക്ക് വേണ്ടിയിട്ട് 5,000 പേര് ജാഥ നടത്തുമ്പോൾ അതിനകത്തൊരു അസ്വാഭാവികതയുണ്ട്. എത്രയോ പെൺകുട്ടികൾ എത്രയോ ആൺകുട്ടികളെ കല്യാണം കഴിക്കുന്നു. അവർക്ക് അനുകൂലമായിട്ട് 500 പേരുടെ ജാഥ പോലും കാണാറില്ലല്ലോ. ഉണ്ടോ? അവരുടെ അച്ഛന്മാർ പോലീസ് സ്റ്റേഷനിൽ കേസ് കൊടുക്കാറുണ്ട്, ABS കോർപ്പസ് റിട്ട് കൊടുക്കാറുണ്ട്, കേസ് നടക്കാറുണ്ട്. ഞാൻ ഇയാളുടെ കൂടെ പൊറുക്കുള്ളൂ എന്ന് ആ പെണ്ണ് പറഞ്ഞിട്ട് തീരുന്ന കേസുകളുണ്ട്. എന്നെ ഇയാൾ തട്ടിക്കൊണ്ടു വന്നതാണെന്ന് പറഞ്ഞിട്ട് അങ്ങനെ പണ്ടറടങ്ങുന്ന കേസുകളുണ്ട്. പല രീതിയിലുണ്ട്. ഇവിടെ ഒന്നും ആൾക്കൂട്ടത്തെ കാണുന്നില്ല. പക്ഷേ അഖിലയുടെ കേസിൽ ആൾക്കൂട്ടം വന്നു എന്ന് മാത്രമല്ല, കേരള ഹൈക്കോടതി വിധിക്കെതിരെ സുപ്രീം കോടതിയിൽ അപ്പീൽ, 1 കോടി രൂപ അതിന് ചിലവ്. ആ ചിലവ് വഹിച്ചത് ആരാ? പോപ്പുലർ ഫണ്ട് ആണെന്ന് പറയുന്നു, അല്ല ഞങ്ങൾക്ക് ഉത്തരവാദിത്തമില്ല എന്ന് പറയുന്നു. ഏതായാലും അതിൽ ഹാജരായത് കപിൽ സിബലാണ്. കപിൽ സിബൽ വെറും ഒരു മാരേജ് കേസിൽ അപ്പിയർ ചെയ്ത ചരിത്രമുണ്ടോ? എത്രയോ ഡൈവോഴ്സ് കേസ്, മാരേജ് കേസ്, ഇയാളുടെ ഭർത്താവാണോ അല്ലേ എന്നൊക്കെ പറഞ്ഞ് എന്തെല്ലാം തർക്കം. കപിൽ സിബൽ ഇടപെടണമെങ്കിൽ വല്ല ടാറ്റ, ബിർള, ഗോയങ്ക അവരുടെ ആരുടെയെങ്കിലും ഡൈവോഴ്സ് കേസൊക്കെ ആണെങ്കിൽ കോടിക്കണക്കിന് രൂപ കിട്ടിക്കഴിഞ്ഞാൽ കപിൽ സിബൽ വാദിക്കും. അഖിലയുടെ കല്യാണത്തിന് കപിൽ സിബൽ വരുമോ? വരില്ല. അപ്പോൾ കപിൽ സിബലിന് കാശ് കൊടുത്തത് ആരാ? ആരോ ഒരു ഇൻട്രസ്റ്റഡ് ഗ്രൂപ്പ് അതിന് പുറകിലുണ്ട്. ഇതാണ് നമ്മളുടെ ജസ്റ്റിസ് സദാനന്ദ് പോയിൻ്റ് ഔട്ട് ചെയ്യുന്നത്. കാരണം സദാനന്ദ് ത്രിപാഠിയുടെ 130 പേജുള്ള ജഡ്ജ്മെൻറ്റിൽ ഈ കേസിൽ നിരവധി തവണ ഗ്ലെയറിംഗ് സ്പോട്ട്ലൈറ്റ് ആക്ടിവിറ്റീസ് നടത്തിയ NGOമാരുടെ പേരെടുത്ത് പറയുന്നു. ഒന്ന്, സിറ്റിസൺസ് ഫോർ ജസ്റ്റിസ് ആൻഡ് പീസ് മുംബൈ. ഇത് നമ്മുടെ ടീസ്റ്റാസ്റ്റത്തിൽ അതിൻ്റെയൊക്കെ ഏർപ്പാടാണ്. പീപ്പിൾസ് യൂണിയൻ ഫോർ സിവിൽ ലിബർട്ടീസ്, PUCL, പണ്ട് മുതലേ മനുഷ്യാവകാശക്കാരാണ്. റിഹായി മഞ്ച് ലക്നൗ, അതെന്ത് പണ്ടാരാന്ന് അറിഞ്ഞുകൂടാ. റിഹായി എന്ന് പറഞ്ഞാൽ വിടുതൽ എന്നാണ്. വിട പറയുമ്പോഴാണ് റിഹായി. യുണൈറ്റഡ് എഗൻസ്റ്റ് ഹെയ്റ്റ്, യുണൈറ്റഡ് ആയിരിക്കില്ല, യുണൈറ്റ് എഗൻസ്റ്റ് ഹെയ്റ്റ് എന്നായിരിക്കണം. ന്യൂഡൽഹി, ഡൽഹി ഇന്ന് ലക്നൗവിന് വെച്ച് പിടിച്ചിരിക്കുകയാണ് ഒരു NGO ഈ കേസിൽ ഇടപെടാൻ. അലയൻസ് ഫോർ ജസ്റ്റിസ് ആൻഡ് അക്കൗണ്ടബിലിറ്റി, ന്യൂയോർക്ക്. ആമ്പട, ന്യൂയോർക്ക് ഇന്ന് ലക്നൗവിൽ വന്നിടപെട്ടിരിക്കുന്നു സായിപ്പന്മാർ. അലയൻസ് ഫോർ ജസ്റ്റിസ് ആൻഡ് അക്കൗണ്ടബിലിറ്റി. പിന്നെയുണ്ട്
ഇന്ത്യൻ അമേരിക്കൻ മുസ്ലിം കൗൺസിൽ വാഷിങ്ടണിൽ നിന്ന് ഇന്ത്യൻ അമേരിക്കൻ മുസ്ലിം കൗൺസിൽ. പിന്നെ ഇടപെട്ടത് സൗത്ത് ഏഷ്യ സോളിഡാരിറ്റി ഗ്രൂപ്പ് ലണ്ടൻ. ഇത്രയും NGOമാർ ഈ കേസിൽ ഇടപെട്ടിരിക്കുന്നു. വക്കീലന്മാർ ഹാജരാകുന്നു, ഇൻ്റർവീനിങ് ആപ്ലിക്കേഷൻ ഫയൽ ചെയ്യുന്നു. അത് ക്രിമിനൽ കേസിൽ ഇൻ്റർവീനിങ് ആപ്ലിക്കേഷൻ തേർഡ് പാർട്ടിയുടെ എടുക്കില്ല എന്ന് പറയുന്നു. നിരവധി പ്രശ്നങ്ങൾ. അപ്പോൾ അത് എടുക്കേണ്ടതാണെന്ന് പറഞ്ഞ് ഇവർ അപ്പീൽ പോകും, ഹൈക്കോടതി. അപ്പോഴും ഇതിങ്ങനെ താമസിച്ച് പോവുകയല്ലേ കേസ്. താമസിക്കുകയാണ് ഇവർക്ക് വേണ്ടത്. എന്നിട്ട് ഈ മജിസ്ട്രേറ്റ് മാറി വേറെ മജിസ്ട്രേറ്റ് വരുമ്പോൾ അവിടെ എന്തെങ്കിലും കൃത്രിമം കാണിക്കാൻ പറ്റുമോ, ഇങ്ങനെയൊക്കെ. അപ്പോൾ ദ കോർട്ട് ക്വസ്റ്റ്യൻ ദ മോട്ടിവേഷൻസ് ഓഫ് ദീസ് ഓർഗനൈസേഷൻ, ആസ്കിങ് വാട്ട് വെസ്റ്റഡ് ഇൻട്രസ്റ്റ് ദേ മൈറ്റ് ഹാവ് ഇൻ കമ്മ്യൂണൽ ക്ലാഷ് ഇൻ കാസ്ഗഞ്ച്. കാസ്ഗഞ്ചിൽ ഉണ്ടായ ഒരു കമ്മ്യൂണൽ ക്ലാഷിൽ ഈ പറഞ്ഞ ടീമിനൊക്കെ എന്താണ് താല്പര്യം എന്ന് ഈ ജഡ്ജി ചോദിക്കുന്നു. It further raised alarms about their funding sources and collective objectives. ഇവർക്കെല്ലാം ഒരു പൊതു ലക്ഷ്യമുണ്ട്, ഇത് ഫണ്ട് ചെയ്യുന്നത് ആരാണ് എന്ന് ജഡ്ജ്മെൻറ്റിൽ എഴുതി ചോദിക്കുന്നു. ഫർദർ, ദ ലക്നൗ NIA കോർട്ട്സ് ജഡ്ജ്മെൻറ്റ് ഓൺ കാസ്ഗഞ്ച് വയലൻസ് ഷാർപ്പ്ലി ക്രിട്ടിസൈസ്ഡ് ദ റിപ്പോർട്ട് ടൈറ്റിൽഡ് ട്രൂത്ത് ഓഫ് കാസ്ഗഞ്ച്, ഷാം പോലീസ് പ്രോബ് പ്രൊട്ടക്ട്സ് ഹിന്ദുസ്, ഫ്രെയിംസ് മുസ്ലിംസ്, authored by Ziaul Jilani and published on August 29th by Citizens for Justice and Peace. Citizen for Justice and Peace നമ്മളുടെ ടീസ്റ്റ സെത്തൽവാദിൻ്റെ കക്ഷികൾ എഴുതി പ്രസിദ്ധീകരിച്ച ലേഖനമാണ് ഷാം പോലീസ് പ്രോബ്. ഷാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരായ വഴിയിലല്ലാത്ത അന്വേഷണം, പോലീസ് അന്വേഷണം, തെറ്റായ അന്വേഷണം ഹിന്ദുക്കളെ രക്ഷിക്കുന്നു, ഫ്രെയിംസ് മുസ്ലിങ്ങളെ കുടുക്കുന്നു. സിയാഉൽ ജിലാനി എഴുതിയ ലേഖനമാണ്. CJP, an organization previously involved in campaigns against the then Gujarat Chief Minister Narendra Modi during 2002 Gujarat riots, was founded in the aftermath of those riots. ഇപ്പോൾ മനസ്സിലാവുന്നുണ്ടോ? CJP, സിറ്റിസൺസ് ഫോർ ജസ്റ്റിസ് ആൻഡ് പീസ് ഉണ്ടാക്കിയത് നരേന്ദ്രമോദിയെ കുടുക്കാൻ 2002 ഗുജറാത്തിൽ അദ്ദേഹത്തെ കുടുക്കാനുണ്ടാക്കിയ സാധനമാണ്. ഫൗണ്ടിംഗ് മെമ്പേഴ്സ് ഇൻക്ലൂഡ് കോൺട്രവേഴ്സ്യൽ ഫിഗേഴ്സ് സച്ച് ആസ് ടീസ്റ്റ സെത്തൽവാദ്, ഹർ ഹസ്ബൻഡ് ആൻഡ് ജാവേദ് അക്തർ. അദ്ദേഹം തന്നെയാണ്, അവരുടെ ഹസ്ബൻഡ് ജാവേദ് അക്തർ കവിയാണ്, ഗാനരചന, നല്ല പാട്ടുകളൊക്കെ എഴുതും കേട്ടോ, ഹിന്ദിയിലും ഉറുദുവിലും സിനിമാ പാട്ടുകളൊക്കെ. ഈ ടീമൊക്കെ കൂടെയാണ് ഈ കേസിൽ വല്ലാത്ത ഇൻട്രസ്റ്റ് എടുത്തിട്ട് കലാപരിപാടികൾ നടത്തിക്കൊണ്ടിരുന്നത്. ദ ഡിഫൻസ് കൗൺസിൽ അഡ്മിറ്റഡ് ദാറ്റ് ദ റിപ്പോർട്ട് ഡിഡ് നോട്ട് ഇൻവോൾവ് എനി ഓൺ ഗ്രൗണ്ട് ഇൻവെസ്റ്റിഗേഷൻ ഇൻ കാസ്ഗഞ്ച്. കോടതി പച്ചയ്ക്ക് ചോദിച്ചു, നിങ്ങളിങ്ങനെയൊക്കെ ലേഖനമൊക്കെ എഴുതുന്നു, ആരെന്തന്വേഷിച്ചിട്ടാണ്? വക്കീൽ പറഞ്ഞു, അവരൊന്നും അന്വേഷിച്ചിട്ടില്ല, അവരവിടെ ഇരുന്ന് ഡൽഹിയിലിരുന്ന് അങ്ങ് എഴുതി വിടുന്നതാണ്. അവരുടെ തന്നെ വക്കീലാണ് പറയുന്നത് കേട്ടോ. വിച്ച് ദ കോർട്ട് ഫൗണ്ട് അലാമിംഗ് ആൻഡ് ഇൻഡിക്കേറ്റീവ് ഓഫ് ദ റിപ്പോർട്ട്സ് ലാക്ക് ഓഫ് ക്രെഡിബിലിറ്റി. എന്നിട്ട് ജഡ്ജി എഴുതി, സച്ച് റിപ്പോർട്ട്സ് അറ്റംപ്റ്റ് ടു എക്സേർട്ട് അൺഡ്യൂ പ്രഷർ ഓൺ ദ ജുഡീഷ്യറി. ജുഡീഷ്യറിയുടെ പുറത്ത് പ്രഷർ കൊണ്ടുവരാനായിട്ട് വലിയ റിപ്പോർട്ടുകൾ അങ്ങ് പബ്ലിഷ് ചെയ്യും. ഇപ്പോഴും അത് ചെയ്യുന്നുണ്ട്. മലയാള പത്രങ്ങളത് ചെയ്യുന്നുണ്ട്, ഇംഗ്ലീഷ് പത്രങ്ങളത് ചെയ്യുന്നുണ്ട്, ചാനലുകളത് ചെയ്യുന്നുണ്ട്. ചാനൽ ചൂണ്ടിക്കാണിച്ച പ്രതിയെ അറസ്റ്റ് ചെയ്തില്ലെങ്കിൽ ജഡ്ജിയെ തല്ലും എന്നുള്ള രീതിയിൽ വാർത്തകൾ കൊടുക്കും. ഒരാൾക്ക് ജാമ്യം കിട്ടിക്കഴിഞ്ഞാൽ ആ ജഡ്ജിയെ പ്രാകും. ജാമ്യം കൊടുത്താലും ചിലപ്പോൾ കുറ്റം പറയും, ചിലപ്പോൾ ജാമ്യം കൊടുത്തില്ലെങ്കിൽ കുറ്റം പറയും. ജഡ്ജിമാർ ഇതിൻ്റെ നടുക്ക് ജീവിച്ചു പോകണ്ടേ, അവർ മനുഷ്യരാണല്ലോ. അതുകൊണ്ടാണ്, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, ഒരു സാധനം TV-യിൽ വാർത്തയും ബഹളമൊക്കെ ആയിക്കഴിഞ്ഞാൽ പിന്നെ മിക്കവാറും ആ മനുഷ്യന് പിന്നെ ജാമ്യം കിട്ടില്ല. കാരണം കൊടുത്താൽ ഈ പണ്ടാരെല്ലാം കൂടെ ജഡ്ജിയെ ചീത്ത പറയും. അതുകൊണ്ട് അത് ഭയന്നിട്ട് ജഡ്ജിമാർ ഈ വിവാദം ഉണ്ടായിക്കഴിഞ്ഞാൽ സേഫ് എന്താ, ആണെ പിടിച്ച് 15 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്ത് കിടന്ന് പൊറുക്കുക. പിന്നെ ഈ ബഹളം ഒന്ന് അടങ്ങി കഴിയുമ്പോൾ ചുമ്മാ അങ്ങ് തുറന്നു വിടും, വെറുതെ ജാമ്യം കൊടുത്തു വിടും. ഒരു കണ്ടീഷനുമില്ല, ഒന്നുമില്ല.
2 ആൾ ജാമ്യം മതി. ആ ഒരു 5000 രൂപയുടെ കരമുടുക്കിയ രസീത് എന്തെങ്കിലും കൊടുത്തിട്ട് ഇറക്കി വിടുമെന്ന് പറയും. കാരണം അപ്പോഴത്തേക്ക് ടി വിക്കാർ മറന്നു, അവർക്ക് അടുത്ത കൊലപാതകം കിട്ടി, അതിൻ്റെ പിന്നാലെ പോയി. ഈ ജഡ്ജിക്കറിയാം ഈ ചെയ്യുന്നത് അന്യായമാണ്, പക്ഷെ ചെയ്തില്ലെങ്കിൽ ഇവർ ഭീഷണിപ്പെടുത്തും. അങ്ങനെയാണ് നമ്മുടെ സൗമ്യ ഗോവിന്ദച്ചാമി കേസ്. ഗോവിന്ദച്ചാമിക്ക് തൂക്ക് ശിക്ഷ, എല്ലാവരും കൂടെ ഇയാളെ തൂക്കിക്കൊന്നില്ലെങ്കിൽ ആ ജഡ്ജിയെ തൂക്കിക്കൊല്ലുമെന്നുള്ള സ്ഥിതിയായി. ജഡ്ജിയെ തൂക്കിക്കൊല്ലാൻ വിധിച്ചു. സുപ്രീം കോടതി പോയപ്പോൾ മൂക്ക് കുത്തി വീണു. അപ്പോഴത്തേക്ക് ഇതെല്ലാം കഴിഞ്ഞല്ലോ, ഇവിടുത്തെ ബഹളം കഴിഞ്ഞു. സുപ്രീം കോടതി പറഞ്ഞു തൂക്കിക്കൊല്ലാനുള്ള കാരണമൊന്നും കാണുന്നില്ല, ജീവപര്യന്തം, ഫിനിഷ്. ഇതാണ് സംഭവിക്കുന്നത്. അപ്പോൾ പുട്ടിങ് അൺഡ്യൂ പ്രഷർ on the judiciary and their content raises questions about the integrity of the investigative process. ഇവർ ഇൻവെസ്റ്റിഗേറ്റീവ് റിപ്പോർട്ട് എഴുതി കഴിയുമ്പോൾ പോലീസുകാരൻ വെറും വിഡ്ഢിയാണെന്ന് നമ്മൾ വിചാരിക്കും. ഇവർ കണ്ടെടുക്കും. ചാനലുകാർ പ്രതിയുടെ കാൽപ്പാടുകൾ കാണുന്നില്ലേ, പ്രതി വലിച്ച സിഗരറ്റിൻ്റെ കുറ്റിയാണെന്ന് തോന്നിക്കുന്ന രീതിയിൽ ഒരെണ്ണം അവിടെ കിടക്കുന്നത്, അതിൻ്റെ ഫോട്ടോ എടുത്തിട്ട് അതെടുത്തിട്ട് ചർച്ച. അപ്പോൾ നമ്മൾ വിചാരിക്കും ഈ പോലീസുകാരൊക്കെ മണ്ടന്മാരാണ്, ഇവന്മാർ സിഗരറ്റ് കുറ്റിയും കാണുന്നില്ല. CCTV ദൃശ്യങ്ങൾ ഞങ്ങളുടെ കയ്യിൽ എക്സ്ക്ലൂസീവ്. എങ്ങനെ ഈ CCTVയിലെ ദൃശ്യം എക്സ്ക്ലൂസീവായിട്ട് ചാനലിന് കിട്ടുന്നത്? വേറെ ആർക്കും കിട്ടിയിട്ടില്ല, എനിക്ക് മാത്രമേ കിട്ടിയിട്ടുള്ളൂ. ഞങ്ങൾക്ക് മാത്രം കിട്ടി എന്ന് പറഞ്ഞിട്ട് 9 ചാനലുകൾ CCTV ദൃശ്യം കാണിക്കുന്നു. നിങ്ങൾ കണ്ടിട്ടില്ലേ? CCTV ദൃശ്യങ്ങൾ മനോരമ ചാനലിന്, 24 ന്യൂസിന്, റിപ്പോർട്ടറിന്, നമ്മൾ അടുത്ത ചാനൽ വെച്ച് നോക്കുമ്പോൾ അവിടെ ഇതേ ദൃശ്യമാണ്, അവർക്ക് മാത്രമായിട്ട് കിട്ടിയതാണ്. ദൃശ്യം ഒന്ന് തന്നെ. ഇങ്ങനത്തെ പ്രഷർ കൊണ്ടുവരിക. The court expressed concern over NGOs like Citizens for Justice and Peace, Alliance for Justice, നേരത്തെ പറഞ്ഞ പേരുകൾ തന്നെ. When accused persons involved in anti-national activities are brought for trial, certain advocates reportedly linked to these NGOs are already present with വക്കാലത്നാമ to represent them. മനസ്സിലായോ? പ്രതിയെ കോടതിയിൽ ഹാജരാക്കുന്നതിന് മുമ്പ് തന്നെ വമ്പൻ വക്കീലന്മാർ വക്കാലത്തെടുത്ത് കോടതിയിൽ വെയിറ്റ് ചെയ്യുകയാണ്. പ്രതിയെ ഹാജരാക്കിയാൽ ആ നിമിഷം ജാമ്യമെടുക്കാനായിട്ട്. അപ്പോൾ ജഡ്ജിക്കും ബോധ്യമുണ്ടല്ലോ ഈ മുമ്പിൽ നിൽക്കുന്ന ഏതൊക്കെ വക്കീലാണ്, എവിടെ നിന്നൊക്കെ വന്നവരാണ്. ഡൽഹിയിൽ നിന്ന് പറന്നു വരുന്ന വക്കീൽ, ഈ മോഹൻലാൽ മമ്മൂട്ടിയെ വിളിച്ചുകൊണ്ട് വരുന്നുണ്ടല്ലോ, നരി, അതുപോലെ ആ വക്കീലന്മാരെ വിളിച്ചുകൊണ്ട് വരുന്നു. അത് മോഹൻലാലും മമ്മൂട്ടി ഒരുമിച്ച് പഠിച്ചതോ എന്തോ സീനിയറായിട്ട് പഠിച്ചതോ ആയിട്ടാണ് സിനിമയിൽ കാണുന്നത്. ആ കണക്ഷൻ വെച്ചിട്ട് കൊലപാതക കേസിൽ നിന്ന് സ്വന്തം അച്ഛനെ രക്ഷിക്കാനായിട്ട് മോഹൻലാൽ വിളിച്ചുകൊണ്ട് വരികയാണ് മമ്മൂട്ടിയെ. ഇതങ്ങനെയൊന്നുമല്ല, ഇതൊരു ഓർഗനൈസ്ഡ് കൊള്ള ഗ്യാങ്ങാണ്, ഇൻ്റർനാഷണൽ ഗ്യാങ്ങാണ്. രാജ്യദ്രോഹികൾ എവിടെയൊക്കെ ഉണ്ടോ അതാണ് ജഡ്ജ്മെൻറ്റിൽ പറയുന്നത്. wherever the accused are anti-nationals, these koteri, they appear in the court, they create a crowd, they create an atmosphere inside the court and outside the court through their readings. അവർ പ്രസിദ്ധീകരിക്കും ലേഖനങ്ങൾ, അന്വേഷണ പരമ്പര കണ്ടിട്ടുണ്ടല്ലോ, നാളെ മുതൽ ആരംഭിക്കുന്നു അന്വേഷണ പരമ്പര. നാട്ടിൽ പോലീസും വേണ്ട, ഒന്നും വേണ്ട, ഇവരങ്ങോട്ട് അന്വേഷിക്കുകയാണ്. എന്നിട്ട് ആ ഇൻ്റർനെറ്റ് വഴി ലോകം മുഴുവൻ പോകുന്നു, ഇവിടെ മുഴുവൻ മുസ്ലിങ്ങളെ തല്ലിക്കൊല്ലുന്നു, പരത്തുന്നു. വാസ്തവത്തിൽ മരിച്ചത് ഹിന്ദുവാണ് താനും. അത് പോയിട്ട് ഹിന്ദുവിനെ കൊന്ന 28 മുസ്ലിങ്ങളെ സംരക്ഷിക്കുന്ന രീതിയിൽ ഇവരെല്ലാം ഇടപെടുന്നു. അതുകൊണ്ട് എന്ത് വേണം? കോടതി പറയുകയാണ്, ദ കോർട്ട് urge the Ministry of Home Affairs and the Bar Council of India to scrutinize the funding and activities of such organizations. ഹോം മിനിസ്ട്രിയോട് കോടതി ജഡ്ജ്മെൻറ്റിലൂടെ ആവശ്യപ്പെടുന്നു. ഇതിൻ്റെ ഒരു കോപ്പി ഹോം മിനിസ്ട്രിക്ക് അയച്ചു കൊടുക്കാൻ പറയുന്നുണ്ട്, ബാർ കൗൺസിലിന് അയച്ചു കൊടുക്കാൻ പറയുന്നുണ്ട്. ഹോം മിനിസ്ട്രിക്ക് അയച്ചു കൊടുക്കാൻ പറഞ്ഞത് എനിക്ക് മനസ്സിലായി. ശരി, ഇതൊരു സെക്യൂരിറ്റി ത്രെട്ടാണ്, വേണ്ടാത്ത ആൾക്കാരൊക്കെ എവിടെ നിന്ന് വരുന്നു, ഫണ്ടിങ് എവിടെയാണ്. ബാർ കൗൺസിലിന് അയച്ചു കൊടുക്കാൻ കാര്യം എന്താ? ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ബാർ കൗൺസിലിലേക്ക് ഒരു ജഡ്ജ്മെൻറ്റ് പോകുന്നത്. അൺലെസ് ഈ വക്കീലിൻ്റെ മിസ്ബിഹേവിയർ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചിലപ്പോൾ കോപ്പി ബാർ കൗൺസിലിന് പോകാറുണ്ട്. അതല്ലാതെയുള്ള കേസിൻ്റെ ഒരു കോപ്പിയും ബാർ കൗൺസിലിൽ പോകാറില്ല. ഇത് പോകാൻ കാര്യം എന്താണെന്ന് വെച്ചാൽ, വക്കീലന്മാരെ നിങ്ങളും കണ്ടുപിടിക്കുക, ആരെ ഈ വക്കീലന്മാർ ഇവർക്ക് വേണ്ടി ഹാജരാകുന്നത്.
വക്കീലിനെ ഫണ്ട് ചെയ്യുന്ന സോഴ്സ് ഏതാണ് അതറിയണ്ടേ? 100 crore ക്ലബ്ബ് എന്ന് പറഞ്ഞിട്ട് ഡൽഹിയിലുണ്ട് എന്ന് പറയുന്നു സുപ്രീം കോടതിയിൽ. അതായത് മാസം 100 കോടി രൂപ വരുമാനമുള്ള വക്കീലന്മാർ. നമുക്ക് ഞാൻ പറഞ്ഞു കേട്ടത് ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ കോടതി ഇടനാഴികളിൽ പറയുകയല്ലേ ഉള്ളൂ, പത്രത്തിലൊന്നും അച്ചടിച്ച് വരില്ലല്ലോ ഇന്ന വക്കീലിന് ഇത്ര ഫീസ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. എനിവേ, there are advocates who get minimum 100 crores per month ഈ വരുമാനമുള്ളവർ. അപ്പോൾ അവർ ഡൽഹിയിൽ നിന്ന് ലക്നൗവിലെ ഒരു കോടതിയിൽ ഹാജരാകണമെങ്കിൽ എത്ര രൂപ കൊടുക്കുന്നുണ്ടാകും അവർക്ക്? ഇതാര് കൊടുക്കുന്നു? ഇത് ബാർ കൗൺസിൽ വിചാരിച്ചാലും അന്വേഷിക്കാൻ പറ്റും. ഇത്തവണ ഒരു തമാശ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഓൾ ഇന്ത്യ ഇത് ബാർ കൗൺസിലുണ്ടല്ലോ, സുപ്രീം കോർട്ട് ബാർ കൗൺസിൽ എന്നൊക്കെ പറഞ്ഞിട്ട് അതിൻ്റെ പ്രസിഡൻ്റായിട്ട് കപിൽ സിബൽ മത്സരിച്ച് ജയിച്ചിരിക്കുകയാണ്. അതിൻ്റെ പ്രസിഡൻ്റാണ്. സാധാരണഗതിയിൽ ഈ വെറ്ററൻ അഡ്വക്കേറ്റ്സ്, പ്രായവും അതും ഇതും വലിയ ഫീസും ഒക്കെ വാങ്ങുന്നവർ, അവരിങ്ങനെ അസോസിയേഷൻ്റെ പ്രസിഡൻറ്റ്, സെക്രട്ടറി എന്നൊന്നും പറഞ്ഞൊന്നും പോകാറൊന്നുമില്ല. ആയ കാലത്ത് 10-34 വർഷം മുമ്പ് കപിൽ സിബൽ ഇതിൻ്റെ പ്രസിഡൻ്റ് ആയിരുന്നു ചെറുപ്പകാലത്ത്. ഫൈറ്റിംഗ് യൂണിയൻ എന്നൊക്കെ പറഞ്ഞു. അത് കഴിയുമ്പോൾ വെറ്ററൻസ് ആയി കഴിയുമ്പോൾ, നിങ്ങളിപ്പോൾ വയസ്സായി, ഇനിയിപ്പോൾ പിള്ളേർ എന്തെങ്കിലും പ്രസിഡൻറ്റ് സെക്രട്ടറി ആയിക്കോട്ടെ, ഇദ്ദേഹം അതിൽ മെമ്പറായിരിക്കും. ബട്ട് പ്രസിഡൻറ്റ് സെക്രട്ടറി സ്ഥാനത്തേക്ക് മത്സരമൊന്നുമില്ല. പക്ഷേ കപിൽ സിബൽ മത്സരിച്ചു ജയിക്കുകയും ചെയ്തു, നല്ല ഭൂരിപക്ഷത്തിൽ ജയിക്കുകയും ചെയ്തു കപിൽ സിബൽ. വൈ ഹി ഡിഡ് സോ? അന്ന് തന്നെ സ്പെക്കുലേഷൻ ഉണ്ടായിരുന്നു, ഈ വയസ്സുകാലത്ത് ഇത്രയും റെപ്യൂട്ടേഷൻ ഒരു മനുഷ്യൻ അസോസിയേഷൻ്റെ പ്രസിഡൻറ്റ് സ്ഥാനത്തേക്ക് മത്സരിക്കുക എന്ന് പറഞ്ഞാൽ തന്നെ ഒരു കുറച്ചിലല്ലേ. ബട്ട് ഹി ഡിഡ് ദാറ്റ്. വൈ ഹി ഡിഡ് ദാറ്റ് എനിക്കറിഞ്ഞൂടാ. ഇത് കാണുന്ന വക്കീലന്മാർ ആലോചിക്കട്ടെ, അന്വേഷിച്ച് പറയട്ടെ. നമ്മുടെ രാജ്യം വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു കാലഘട്ടത്തിലൂടെ കടന്നു പോവുകയാണ്. വാദിയെ പ്രതിയാക്കാനുള്ള എല്ലാ ശ്രമങ്ങളും നടക്കുന്നു. ഓർഗനൈസ്ഡായിട്ട് ജുഡീഷ്യറിയെ പ്രഷറൈസ് ചെയ്യുന്നു. സാധാരണഗതിയിൽ ഒരു NIA കോടതി അതിൻ്റെ ജഡ്ജ്മെൻറ്റ് ഹോം സെക്രട്ടറിക്ക് അയച്ചു കൊടുക്കാൻ പോലും പറയാറില്ല. കോൺസ്റ്റിറ്റ്യൂഷണൽ കോർട്ടായ ഹൈക്കോർട്ട്, സുപ്രീം കോർട്ടൊക്കെയാണ് എ കോപ്പി ഓഫ് ദിസ് ഓർഡർ മേ ബി ഫോർവേഡഡ് ടു ചീഫ് സെക്രട്ടറി, ഹോം സെക്രട്ടറി എന്നൊക്കെ പറയുന്നത്. കീഴ്ക്കോടതികൾ അത് ചെയ്യാറില്ല, ജില്ലാ കോടതിയും ചെയ്യാറില്ല, ലോവർ കോർട്ട് ഒട്ടും ചെയ്യാറില്ല. ബട്ട് ഇവിടെ ധൈര്യമായിട്ട് NIA കോടതി അത്ര ഗൗരവമാണെന്ന് അദ്ദേഹത്തിന് തോന്നിയിട്ടാണ് 130 പേജുള്ള ഈ ജഡ്ജ്മെൻറ്റ് ഹോം മിനിസ്ട്രിക്ക് അയക്കുക. ഹോം മിനിസ്ട്രി ചില ഹോം സെക്രട്ടറിക്കാണ് പോകുന്നത്. അതുകൂടാതെ ബാർ കൗൺസിലിന് വയ്ക്കുക, ബാർ കൗൺസിൽ സെക്രട്ടറിക്ക് പോകും. ഇത് ഉത്തർപ്രദേശ് ബാർ കൗൺസിലും പോകും, ഒരു കോപ്പി സുപ്രീം കോടതിയുടെ ബാർ കൗൺസിലും പോകും. എന്ത് ചെയ്യും ബാർ കൗൺസിൽ, എന്ത് ആക്ഷൻ എടുക്കും എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഏതായാലും ഇതുപോലത്തെ നെക്സസ് ഉണ്ടല്ലോ, ഈ നിയമവ്യവസ്ഥ അട്ടിമറിക്കാൻ വമ്പന്മാർ നടത്തുന്ന നീക്കങ്ങൾ, അത് പുറത്ത് കൊണ്ടുവന്ന ഒരു ജഡ്ജ്മെൻ്റ് ആണ് ഈ ത്രിപാഠിയുടെ 130 പേജുള്ള ജഡ്ജ്മെൻറ്റ്. അദ്ദേഹത്തിന് എൻ്റെ അഭിനന്ദനങ്ങൾ. താങ്ക് യു.